ജോലി കഴിഞ്ഞു വന്ന ആനന്ദ് ഗേറ്റിനരികിൽ എത്തിയപ്പോൾ തന്നെ കേട്ടു അകത്തു നിന്നും അമ്മയുടെയും മകളുടെയും വഴക്ക്. ഇന്നിപ്പോ എന്താണാവോ വഴക്കുണ്ടാവാൻ കാരണം എന്നാലോചിച്ചുകൊണ്ടാണ് അയാൾ വീടിനകത്തേക്ക് കയറിയത്. എന്തേ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? കേട്ടു, അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ചോദിച്ചത്. എന്നാ പിന്നെ ഞാൻ നിനക്ക് ഒന്നുകൂടെ വിശദമായി പറഞ്ഞു തരാം. നീ ഇങ്ങനെ ആൺപിള്ളേരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എൻ്റെ ഫ്രണ്ട്സിനെ കളയണമെന്നാണോ പറയുന്നേ? നടക്കില്ലമ്മേ. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ തന്നെ നടക്കൂ, അവരുടെ കൂടെ തന്നെ പഠിക്കൂ, മനസ്സിലായല്ലോ? ഡീ, നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? നീ ഒരു പെണ്ണാണ്, അത് ഓർമ്മ വേണം നിനക്ക്. അല്ല, ഞാൻ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയല്ലേ, പിന്നെ അമ്മയ്ക്ക് എപ്പോഴാ ഇപ്പോ ഒരു ബോധോദയം ഉണ്ടായേ? മോളെ, ഇപ്പൊ തന്നെ നാട്ടുകാർ നിന്നെപ്പറ്റി എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? എൻ്റെ പൊന്നമ്മയെ ഒരിക്കലും നാട്ടുകാരെ മുഴുവൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, എൻ്റെ പൊന്നു ഭാര്യയെ. ഇന്നെന്താ അമ്മയുടെയും മോളുടെയും വഴക്കിന്റെ കാരണം? തനിക്കരികിൽ മുഖവും വീർപ്പിച്ചു നിൽക്കുന്ന ആര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിലിരുന്ന ബാഗ് അടുത്തുള്ള ടേബിളിലേക്ക് വച്ചുകൊണ്ട് അയാൾ ഭാര്യയെ നോക്കി ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, ഇന്ന് ഞാൻ നമ്മുടെ രാജിയെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവള് മോളെ ടൗണിൽ വെച്ച് 3 ആൺപിള്ളേരുടെ കൂടെ കണ്ടെന്ന്. ഏതോ കൂലിബാറിൽ നിന്ന് എന്തോ കഴിച്ചിട്ട് അവന്മാരുടെ കൂടെ ബൈക്കിൽ കയറി പോയിന്ന്. ഇവളെ കണ്ടവന്മാരുടെ കൂടെ കറങ്ങാൻ കയർ ഊരി വിട്ടേക്കുവാണോന്ന് അവൾ എന്നോട് ചോദിച്ചത്. ഷേ, കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. അതിനിപ്പോ തൊലി ഉരിയാൻ മാത്രം എന്താ ഇരിക്കുന്നേ? ഇവള് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോയി, അതല്ലേ ഉള്ളൂ. അതിനെന്താ പ്രശ്നം? അവിടെ ഇവിടെ എത്താത്ത ഡ്രസ്സ് ഇട്ടോണ്ടാ ഇവളുടെ നടത്തം. ഒന്നല്ലേലും വല്ല ചുരിദാറും ഇടുന്നു നടന്നുകൂടെ ഇവക്ക്? ഇതിപ്പോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ അവളുടെ ഓരോ വേഷം കെട്ടല്. എന്റെ പൊന്നമ്മേ, ആ എരണം കെട്ട ഏഷണി തലയ്ക്ക് വട്ട. ജീൻസും ടീഷർട്ടുമാണല്ലോ അവിടെ ഇവിടെ എത്താത്ത ഡ്രസ്സ്. ദേ, ആര് മൂത്തവരെ കൊണ്ട് ബഹുമാനമില്ലാതെയാണോ ഓരോന്ന് പറയുന്നത്? നീ വാങ്ങിക്കുവേ, പോത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കൂല എന്നും പറഞ്ഞുകൊണ്ട് അവർ അവളെ തല്ലാനായി കയ്യോങ്ങി. ആമി, മതി. ബഹുമാനം എന്നത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒന്നാ. അതുകൊണ്ട് മോളെ തല്ലിയിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ മോൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞാനാ, അല്ലാതെ നാട്ടുകാരല്ല. അതുകൊണ്ട് അവൾ അവരെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ മനുഷ്യ ഈ പറയുന്നേ? കേട്ടുപ്രായമാവുന്ന കൊച്ചാ. ഇതിപ്പോ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ എന്താ ഉണ്ടാവാൻ പോണേന്ന് ഞാൻ പറയണ്ടല്ലോ. വേണ്ട, നീ പറയണ്ട. ഏറിപ്പോയ എൻ്റെ കൊച്ചിന്റെ കല്യാണം പെട്ടെന്ന് നടക്കൂല, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് അതേപോലെ വിശ്വസിക്കുന്ന ഒരുത്തനെ എൻ്റെ മോളെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അമ്മയെ നോക്കി കോക്രി കാട്ടി. അത് കണ്ടവർ ദേഷ്യത്തോടെ അവളെ നോക്കി കണ്ണുരുട്ടി. എടോ ഭാര്യയെ, താൻ പറഞ്ഞത് ശരിയാണ്. ഒരമ്മയുടെ വേവലാതിയാണ്, സമ്മതിച്ചു. പക്ഷേ താൻ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനോ താനോ ജീവിച്ച കാലമല്ലിത്. അതുകൊണ്ട് തന്നെ ആയിട്ടാ ഞാൻ ഈ പറയുന്നത്. എന്തൊക്കെയാ ദിവസവും കേൾക്കുന്നേ? കാമുകി കാമുകന് വിഷം കൊടുക്കുന്നു, കാമുകൻ കാമുകിയെ ചവിട്ടിക്കൊല്ലുന്നു, കാമുകനും കൂട്ടുകാരും ചേർന്ന് കാമുകിയെ പീഡിപ്പിക്കുന്നു. അങ്ങനെ എത്രയെത്ര ന്യൂസുകൾ. ഇതൊക്കെ കാണുമ്പോൾ പേടിയാകുക. നമ്മുടെ കാലത്തായിരുന്നേൽ പേടിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ആര് പറഞ്ഞു തന്നോടിത്? ഈ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ കാലത്തും ഇതൊക്കെ നടന്നിരുന്നടോ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും പുറം ലോകം അറിയാതെ പോയി, അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന മകളെ, അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതി ഉമ്മറത്തേക്ക് നടന്നു. ചാരുപടിയിൽ തനിക്ക് ഇരുവശത്തുമായി ഇരുവരെയും പിരിച്ചിരുത്തിക്കൊണ്ട് അയാൾ ഇരുവരുടെയും കൈകൾ തന്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു. പിന്നെ ഇവളുടെ ഡ്രസ്സിങ്ങും കൂട്ടുകെട്ടുമാണ് നിന്റെ പ്രശ്നം അല്ലേ? അതെ, ഇത് രണ്ടും എന്റെ പ്രശ്നം തന്നെയാണ്. ഗൗതമി ദേഷ്യത്തോടെ ആര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടോ, താൻ ഈ നല്ല ഡ്രസ്സെന്ന് ഉദ്ദേശിക്കുന്ന ഏതാ? സാരി, ചുരിദാർ, ഇതൊക്കെ എന്താ അടങ്ങിയ വേഷമല്ലേ? ഓഹോ, എടോ, ചുരിദാർ അത് വലിയ പ്രശ്നമില്ലാത്ത ഡ്രസ്സാ, അത് സമ്മതിച്ചു. പക്ഷെ സാരി അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ താൻ? സാരി ഉടുത്ത പെൺപിള്ളാരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തന്നെയാ, അത് സമ്മതിച്ചു. പക്ഷെ അത് ദിവസം ഉടുക്കുന്ന താൻ തന്നെ പറ, തനിക്കത് എപ്പോഴെങ്കിലും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് സാരി ഓക്കെയാണ്. ഡ്രസ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നീ എന്തിനാ പലയിടത്തും സേഫ്റ്റി പിൻ കുത്തിവെക്കുന്നത്? ആനന്ദ് സംശയഭാവത്തിൽ ഭാര്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ വയറിന്റെ ഭാഗം കാണാതിരിക്കാനും നെഞ്ചിൽ നിന്ന് സാരി നീങ്ങി പോകാതിരിക്കാനും. നന്നായിരിക്കുന്നു. ഇത്രയും പ്രശ്നമുള്ള സാരി നിനക്ക് പെർഫെക്റ്റ് ആണ്. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീൻസും ടീഷർട്ടും ഷർട്ടും ടോപ്പും ഒക്കെ നിനക്ക് നല്ലതല്ല താനും. അത് പിന്നെ അതൊക്കെ ആൺപിള്ളേരുടെ ഡ്രസ്സല്ലേ? ബെസ്റ്റ് ഡ്രസ്സിന്റെ പേര് പറഞ്ഞ് നീ ദിവസവും ഇവളെ വഴക്ക് പറയുമ്പോൾ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. ജീൻസ് ആൺപിള്ളേര് മാത്രമേ ഇടാവൂ എന്ന് ആരാ നിന്നോട് പറഞ്ഞത്?
അത് അത് പിന്നെ മറുപടിക്കായി തിരയുന്ന ഭാര്യയെ കണ്ട ആനന്ദ് ഒരു കൈയാൽ അവരെ ചുറ്റി പിടിച്ചുകൊണ്ട് തുടർന്നു. ആമി, ജീൻസ് ഇടുന്ന ഏതൊരു പെൺകുട്ടിക്കും ഒരു വല്ലാത്ത ധൈര്യം കാണും, വല്ലാത്തൊരു തരം കോൺഫിഡൻസ്. നമ്മുടെ മോള് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇട്ട് പുറത്തിറങ്ങട്ടിടോ. നല്ല കോൺഫിഡൻസോട് കൂടി സമൂഹത്തെ പേടിക്കാതെ അവരവരായി നടക്കട്ടെ. നമ്മുടെ മോൾക്ക് നമ്മളല്ലാതെ മറ്റാരാ സപ്പോർട്ടിനുള്ളത്? ആമി, താൻ പഠിക്കുന്ന കാലത്ത് തനിക്ക് എത്ര ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ ആൺപിള്ളേരുമായി കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നേട്ടൻ അറിയാലോ. വീട്ടിൽ അതൊന്നും ആർക്കും ഇഷ്ടമായിരുന്നില്ല. അത് ശരി. അപ്പൊ താനും തന്റെ വീട്ടുകാരെ പോലെ അവളെ അടച്ചിട്ട് വളർത്താനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല ഏട്ടാ, അവക്ക് 17 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാനുള്ള പ്രായമാവുന്നല്ലേ ഉള്ളൂ. എടോ, കുട്ടികൾ തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയേണ്ടത് സമൂഹത്തിൽ ഇറങ്ങിയ ആൾക്കാരുമായിട്ട് ഇടപഴകിയാണ്, അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല. തനിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, പണ്ട് നമ്മളൊക്കെ കൂട്ടുകാരെ കളിയാക്കി പറയാറുണ്ട്, അവൻ പോസ്റ്റിലായ നീന്താൻ പഠിച്ചതെന്ന്. പോസ്റ്റിലായി നീന്താൻ പഠിച്ചിട്ട് എന്താണോ കാര്യം? വെള്ളത്തിൽ ഇറങ്ങി തന്നെ നീന്താൻ പഠിക്കണ്ടേ? എങ്കിലല്ലേ കാര്യമുള്ളൂ. അതുപോലെ തിരിച്ചറിവുകളും. താനൊന്ന് ചിന്തിച്ചു നോക്കിയേ, പറയത്തക്ക സുഹൃത്തുക്കൾ ഇല്ലാതിരുന്ന താൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ നമ്മളുടെ മോളുടെ കൂട്ടുകെട്ടിനെ വിലയിരുത്തുന്നത്? അതേട്ടാ, ഇവളിങ്ങനെ ആൺപിള്ളേരുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഈ നാട്ടുകാരെ വിട്. എന്റെ മോൾക്ക് അവരല്ല ചെലവിന് കൊടുക്കുന്നത്, അതുകൊണ്ടാ. അത് ഞാൻ നോക്കണ്ട. താൻ തന്റെ അഭിപ്രായം പറ. അത് പിന്നെ ഞാനിപ്പോ പലതും കേൾക്കുന്നില്ലേ, ആൺപിള്ളേര് പെൺപിള്ളേർക്ക് മയക്കുമരുന്നും മറ്റും കൊടുത്തിട്ട് പലതും ചെയ്യുന്നു. എന്റെ ആമി, ഇവളുടെ കൂട്ടുകാർ ഇവിടെ വന്നിട്ട് മുറി അടച്ചിരുന്ന് സംസാരിക്കുന്നത് നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സിഗരറ്റെങ്കിലും വലിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് തേങ്ങയ്ക്കാടി അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് നീ പറയുന്നത്? ഹേ, ഒരു പക്ഷേ ഇന്ന് തന്നെ നീയോ ഞാനോ ഇല്ലാതായാൽ പോലും നല്ല സൗഹൃദങ്ങളെ കാണൂ ഇവളെ താങ്ങി നിർത്താൻ. അല്ലാതെ ഇപ്പോ കുറ്റം പറയുന്ന ഈ സമൂഹം കൂടെ കാണില്ല. അന്നും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ നോക്കി അവര് പറയും പോക്ക് കേസെന്ന്. ആനന്ദേട്ടാ, തന്റെ പ്രശ്നം ഇവളുടെ കൂട്ടുകാരോ ഡ്രസ്സോ അല്ല, ഈ നാട്ടുകാരാണ്, ഈ സമൂഹമാണ്. തനിക്കെന്നല്ല, ഭൂരിഭാഗം അച്ഛനമ്മമാരുടെയും പ്രശ്നം അതുതന്നെയാണ്. തനിക്കിനി വിശ്വാസം വന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറ, ഇവളെ വഴിയിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന്. താൻ ആരുടെ പേരാണോ പറയുന്നത് അവര് പിന്നെ ഈ ജന്മത്തെ എഴുന്നേറ്റ് നടക്കില്ല. സംശയം ഉണ്ടെങ്കിൽ താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആര്യയുടെ ഫ്രണ്ട്സിന്റെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ അവർക്ക് നേരെ നീട്ടി. ആനന്ദേട്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കോള് കട്ട് ചെയ്തുകൊണ്ട് ഫോൺ അയാൾക്ക് തന്നെ തിരികെ നൽകി. ഏട്ടൻ പറഞ്ഞത് ശരിയാ, അവരിവളുടെ സുഹൃത്തുക്കളെക്കാൾ കൂടപ്പിറപ്പുകളെ പോലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ പലതും പറയുന്നത് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആര്യ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആമി, ആൺകുട്ടികൾ പെൺകുട്ടികളോട് കൂട്ടുകൂടുന്നതോ അവരുടെ ശരീരത്തിന് വേണ്ടിയാണെന്നും മോഡേൺ ഡ്രസ്സ് ഇടുന്ന പെൺകുട്ടികൾ അബദ്ധമാണെന്നും നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു ധാരണയുണ്ട്. അതൊന്നും മാറില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളായിട്ട് ജീവിക്കുക. നമ്മുടെ കുട്ടികളെ തെറ്റുകളിൽ നിന്ന് ചാടാതെ ചേർത്ത് നിർത്തി അവരായി ജീവിക്കാൻ അനുവദിക്കുക. അവർ പറന്നു നടന്ന് ജീവിക്കട്ടിടോ, ബന്ധനങ്ങളില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആര്യയെ ചേർത്ത് പിടിച്ചു. ശരിയല്ലേ, സൗഹൃദങ്ങൾ എന്നും നമുക്കൊരു ബലം തന്നെയല്ലേ? കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്